നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ സെൻസസ് നടപടികൾ നിർത്തിവെക്കാൻ സുപ്രീം കോടതിക്ക് ഹർജി നൽകണമെന്ന് കൃത്യമായും സംയുക്തമായി ഇന്ത്യ മുന്നണി തീരുമാനിക്കുകയാണ്. അതായത് രാജ്യത്തെ സെൻസസ് നടപടികൾ പരിപൂർണമായും SIR നടപടികൾക്ക് തത്തുല്യമായി തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് BJPയുടെ കേന്ദ്ര സർക്കാർ ചെയ്തു വരുന്നത്. BJPയുടെ പ്രത്യക്ഷത്തിലുള്ള അജണ്ട എന്ന് പറയുന്നത് രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ അവരെ കൃത്യമായും രാജ്യത്തെ പൗരത്വാവകാശത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി റദ്ദാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അവർക്ക് വോട്ടവകാശം റദ്ദാക്കുക, അവരെ രണ്ടാം തരക്കാരായി ചിത്രീകരിക്കുക, അതിനുവേണ്ടിയുള്ള ഹിഡൻ അജണ്ടയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതരാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ BJPക്ക് വല്ലാത്ത ഒരു താല്പര്യമാണ്. അതിന് ചൂട്ടുപിടിക്കുകയാണ് ഇപ്പോൾ ഭരണ സംവിധാനം മുഴുവൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. രാജ്യത്തിൻ്റെ ഭരണഘടനയും അംബേദ്കറുടെ തത്വങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി നേതൃത്വം നീങ്ങുമ്പോൾ അതിനെ തട്ടിക്കൂട്ട് മുന്നണി എന്നും ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് കളിയാക്കാൻ ഒരുപാട് പേര് കാണും. എന്നാൽ കളിയാക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നാളെ അവർക്കും 8ൻ്റെ പണി കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും അവർ തന്നെ അതിനുള്ള കുഴി തോണ്ടുകയാണ് എന്ന യാഥാർത്ഥ്യബോധം വേണം. BJP നേതൃത്വം കളിയാക്കുന്ന രീതിയിൽ അതിനെ കേട്ട് അതിനു വേണ്ടി കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്നവർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്തെന്നാൽ BJP കുറച്ച് അധികം അജണ്ടകൾക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയ ക്യാമ്പയിന് വേണ്ടിയും ഒരു രീതിയിലും പേയ്മെൻറ്റ് പോലും നടത്താതെ കുറേയധികം കോമാളികളെ അവർ കൃത്യമായി അവരുടെ ഏജൻറ്റ് പോലെ വെച്ചിരിക്കുകയാണ്. അവർ BJPക്ക് വേണ്ടി വാർ റൂമിൽ പണിയെടുത്തോളും. 5ൻ്റെ പൈസ അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതായത് BJP നേതൃത്വത്തിൻ്റെ യാതൊരു രീതിയിലുള്ള ഒരു വിധത്തിലുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ അവരിൽ നിന്നും പാരിതോഷികമോ പങ്കുപറ്റാതെ മോദി ഫാൻസായും അതുപോലെ BJP നേതൃത്വത്തിനെ അംഗീകരിക്കുകയും അവർ കാലാകാലങ്ങളോളം ഈ രാജ്യം കട്ടുമുടിക്കണമെന്ന് തീർച്ചപ്പെടുത്തുന്നവരാണ് വിഡ്ഢികളായ ഈ കോമാളികളെന്ന് തിരിച്ചറിയുക. എന്നാൽ ഗോദി മീഡിയകൾ അങ്ങനെയല്ല. ഗോദി മീഡിയകൾക്ക് കൃത്യമായ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അർണബ് ഗോസ്വാമി ആകട്ടെ, മറ്റ് നേതാക്കളാകട്ടെ, അവരൊക്കെ നാളെ രാഷ്ട്രീയത്തിൽ പിച്ച വെച്ചിറങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അവരെല്ലാം തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം നടന്നാൽ അതിന് എല്ലാ രീതിയിലും BJP നേതൃത്വം ഉപകാരസ്മരണയോടുകൂടി അവരെ സ്മരിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പല രീതിയിലൂടെ പല സോഴ്സുകളിലൂടെ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ BJP നേതൃത്വത്തിന് വേണ്ടി ഘോരം വാദിക്കുന്നത്. സുപ്രീം കോടതി അവർ ചോദ്യം ചെയ്യുന്നത്. നോക്കൂ, പല വിഷയങ്ങൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം എന്തിനധികം പറയുന്നു, രാജ്യത്തിൻ്റെ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വരെ കൃത്യമായിട്ടുള്ള പ്രൊപ്പഗാൻഡ ചേർത്താണ് കൊടുക്കുന്നത്. പ്രൊപ്പഗാൻഡ ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അതെല്ലാം ഒരു മായാജാലമായി മായാലോകമായി മിഥ്യയായി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് BJPയുടെ ഹിഡൻ അജണ്ട തന്നെയാണ്. BJP ഇവിടെ ഡിവൈഡ് ആൻഡ് റൂള് ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും പറഞ്ഞ് നടത്താൻ തുടങ്ങിയിട്ട് കൊല്ലം 12 കഴിഞ്ഞിരിക്കുന്നു.